ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ, ഇക്കാക്കയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആസിഫിൻ്റെ കല്യാണം നാളെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രൂം ടു ബി പ്ലസ് ഹൽദിയുടെ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങണേ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങിയപ്പോൾ, കാരണം ഇക്കാക്ക പെട്ടെന്നാണ് വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടിൻ്റെ കേസ് പറഞ്ഞത്. അപ്പം തന്നെ ഞാനും എൻ്റെ നാത്തനും കൂടെ ചാടി ഇറങ്ങി. ഞങ്ങൾ പിന്നെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. പോകുന്ന വഴി ഫുള്ള് ഗട്ടറായിരുന്നു കേട്ടോ. അവിടെ എത്തണ വരെ കുലുങ്ങി മനുഷ്യൻ്റെ അവസാനം വന്ന് ആ കണ്ണ് വെള്ളച്ചാട്ടമുണ്ടല്ലോ, അവിടേക്കാണ് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോണത്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും വേറെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഇക്കാടെ ഫ്രണ്ട്സും അവരുടെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്കാകെ അറിയാവുന്നത് ആസിഫിനെ മാത്രമായിരുന്നു. പിന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നേ. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഓൾറെഡി ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസിഫാണെങ്കിൽ പല രീതിയിലുള്ള പോസൊക്കെ ചെയ്ത് തകർക്കണിരുന്നു. ഈ സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല വെള്ളച്ചാട്ടവും ക്ലൈമറ്റൊക്കെ സൂപ്പറായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറാമാൻ. നമ്മുടെ ആസിഫിനെ തിരിച്ചും മറിച്ചും നിർത്തി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് ഇയാളായിരുന്നു. പിന്നെ അവർ ആണുങ്ങൾ സെറ്റ് കയറി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും അങ്ങോട്ട് റെഡിയാവുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലേഡീസിൻ്റെ കൂടെ ആയിരുന്നു. അത് ഞങ്ങൾ പക്ക പ്രൊഫഷണലായിട്ട് പൊളിച്ച് കൈ കൊടുത്ത്. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാനും കേട്ടായിരുന്നു. അനപ്പ് അവനെ നോക്കി എല്ലാരും അങ്ങനെ അവനെ നോക്കി നോക്കി പേടിക്കാനല്ലേ പറഞ്ഞത്. ആമ്പിള്ളാരുടെ ഫോട്ടോ എടുത്ത് തരുമോ? ഞങ്ങൾ മൗറീഷ്യസ് ബോയ്ക്ക് ഇത് അയച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ. ആമ്പിള്ളാരുടെ ഫോട്ടോ എടുക്കാൻ മടിയുള്ള ക്യാമറാമാൻ. ഇക്കാക്കാണെങ്കിൽ വന്ന കാര്യം മുതലാക്കി. എന്തായാലും ഇഷ്ടംപോലെ ഫോട്ടോസ് എടുപ്പിക്കണുണ്ടായി. ഇവിടെ അവിടെ പോസ് വരുന്നേ. അത് അറ്റൻഷനാ നിൽക്കുന്നത്. എനർജി ആയിട്ടൊരു സാധനം ചെയ്ത് എന്തായാലും എന്നാ ഇപ്പൊ ശരിയായിട്ടാ. അങ്ങനെ ആസിഫിന്റെ കുറെ എനർജിപരമായ പോസുകൾക്ക് ശേഷം ഞങ്ങൾ മഞ്ഞൾ പരിപാടി തുടങ്ങി. അങ്ങനെ ഞാനും തയ്ച്ച് കയ്യിൽ കുറച്ച് മഞ്ഞൾ. ഇതെൻ്റെ അയ്യല്ല കേട്ടോ, തത്തയുടെ അയ്യാണേ. പിന്നെ ആസിഫിന് അവിടെ ഇരുത്തി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആദ്യം വാ തുറന്ന് ചിരിച്ചാണോ ഒന്ന്? അങ്ങനെ വാ തുറക്ക്. അങ്ങനെ ഒരു തരത്തിൽ ആസിഫിനെ പറഞ്ഞ് ചിരിപ്പിച്ച് പരിപാടി കളറാക്കി. ബാക്കി വന്ന കുറച്ച് മഞ്ഞളൊക്കെ പിന്നെ മുഖത്തൊക്കെ തേച്ച് പരിപാടി വൈൻഡപ്പാക്കി. അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെള്ളച്ചാട്ടത്തിലോട്ടാണ്. മഴ പെയ്യുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയി. പോകുന്ന വഴി ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഫുള്ള് പാറക്കെട്ടും കല്ലുമായിരുന്നു. ഒരു തരത്തിലാണ് അവിടെ എത്തിപ്പെട്ടത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇക്കാക പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫുള്ള് വെള്ളമാവുമെന്ന്. ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഫുള്ള് വെള്ളമായി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. ഇതാണ് കേട്ടോ അതിൻ്റെ ഫുൾ വ്യൂ. അങ്ങനെ ഞങ്ങളും വെള്ളത്തിലിറങ്ങി. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങണത്. അതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക വലിഞ്ഞ് അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞ് പിടിച്ച് തിരിച്ചിറക്കി. അങ്ങനെ കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വന്നതിനേക്കാൾ ഭയങ്കര പാടായിരുന്നു തിരിച്ചിറങ്ങാൻ. ഒരു തരത്തിലാണ് അവിടെ എത്തിപ്പെട്ടത്. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഓൾറെഡി അവർ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങളാണ് ലാസ്റ്റ് എത്തിയത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോണേണ്. അപ്പോഴേക്കും ചെക്കൻ എണീറ്റ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉറങ്ങിയതാണ്. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അവൻ എണീച്ച്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.